നമസ്കാരം. ഒരു തരത്തിൽ ചിന്തിച്ചു നോക്കൂ, ഈ അർജുൻ ആയങ്കിയുടെ വിഷയം ഇത്രയധികം ഗുരുതരമാക്കിയതാരാണ്? മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ. ആ ദൃശ്യമാധ്യമങ്ങളാണ് ഈ വിഷയം ഇത്രയും വഷളാക്കിയത്. അർജുൻ ആയങ്കി എന്ന വ്യക്തിക്ക് ഇത്രയധികം താരപരിവേഷം ഉണ്ടാക്കി കൊടുത്തതും ഇതേ മാധ്യമങ്ങളാണ്. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയായത് മാധ്യമങ്ങൾ അത് വലിയൊരു വാർത്തയായി അവതരിപ്പിച്ചതുകൊണ്ടാണ്. ഒരു പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയാൽ എന്ത് നടപടിയെടുക്കണമെന്ന് പോലീസിന് നന്നായിട്ടറിയാം. അതവർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ചാനലുകളിൽ വാർത്ത വന്നപ്പോൾ ആയങ്കിക്ക് ഒരു വീരപരിവേഷം കിട്ടി. പിന്നീടാണ് അയാൾ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസ് അന്വേഷിക്കുന്ന ഊന്നുകൽ SHOയെ സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തിയത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിനും ചാനലുകളാണ് പ്രാധാന്യം നൽകിയത്. അതോടെയാണ് വിഷയം കത്തിപ്പടർന്നത്. പിന്നീട് ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയെന്ന് ചാനലുകളാണ് പറഞ്ഞത്. ആഭ്യന്തരമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടേയില്ല. അർജുൻ ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയോ? അയാൾ പറഞ്ഞത്, എനിക്കെതിരെ കള്ളക്കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചത്. അതെങ്ങനെ വെല്ലുവിളിയാകും? വെല്ലുവിളിയാകണമെങ്കിൽ വധഭീഷണി മുഴക്കുകയോ കായികമായി നേരിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്യണം. ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അയാൾ തന്നെ പിന്നീട് ഒരു വീഡിയോയിൽ പറഞ്ഞത്, ഞാൻ ഭീഷണിപ്പെടുത്തിയതല്ല, എൻ്റെ ആവശ്യം പറഞ്ഞതാണ് എന്നാണ്. പക്ഷേ കോതമംഗലം SHOയെയും ഊന്നുകൽ SHOയെയും ഭീഷണിപ്പെടുത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതുമല്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലും പരസ്യമായി ഭീഷണിപ്പെടുത്തുമ്പോൾ സാധാരണക്കാരൻ്റെ കാര്യം പറയാനുണ്ടോ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ചാലക്കുടിയിൽ നിതിൻ പുല്ലൻ എന്നൊരു SFI ക്രിമിനൽ പൊതുനിരത്തിലിട്ട് പോലീസ് വാഹനം തല്ലിത്തകർത്തു. അവനെ പോലീസ് പിടികൂടി. പോലീസിന്റെ കസ്റ്റഡിയിലുള്ള നിതിൻ പുല്ലനെ അവരുടെ കസ്റ്റഡിയിൽ നിന്ന് CPM ഗുണ്ടകൾ ബലമായി മോചിപ്പിച്ചു കൊണ്ടുപോയി. നിതിൻ പുല്ലനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച SFI നേതാവ് ഹസൻ മുബാറക്ക് ചാലക്കുടിയിൽ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ അവൻ അലറി വിളിച്ചത്, ചാലക്കുടി SI അഫ്സലിനെ തെരുവ് പട്ടിയെ പോലെ തല്ലുമെന്നും SIയുടെ കയ്യും കാലും തല്ലിയൊടിച്ച് പൂജപ്പുരയിലോ വിയ്യൂരിലോ കിടക്കേണ്ടി വന്നാൽ പുല്ലാണ് എന്നുമാണ് ഹസൻ മുബാറക്ക് മയക്ക് വെച്ചുകെട്ടി റോഡിൽ നിന്ന് കൊലവിളി നടത്തിയത്. പിന്നീട് പ്രതിഷേധം ശക്തമായപ്പോഴാണ് അവനെതിരെ കേസെടുക്കുകയെങ്കിലും ചെയ്തത്. പേരിനൊരു കേസ്, അതിനപ്പുറം ഒന്നും ഉണ്ടായില്ല. അവൻ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. അവിടെയാണ് അർജുൻ ആയങ്കി അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ആവശ്യമെങ്കിൽ ആയങ്കിയെ വെടിവെക്കാൻ ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് മലയാളത്തിലെ ഒരു ചാനലിൽ വന്നത്. ഇത് ഇടത് സൈബറിടങ്ങളിലെ അന്തം കമ്മികൾ ഏറ്റുപിടിക്കുകയും ചെയ്തു. പക്ഷേ ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞു അദ്ദേഹം അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ലെന്ന്. ഇനി ഇന്നലത്തെ കാര്യം തന്നെ നോക്കൂ. അർജുൻ ആയങ്കി അറസ്റ്റിലായതിനു ശേഷം ഇന്നലെ മുഴുവൻ ഈ മാപ്രകൾ അയാളുടെ പിന്നാലെയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ, വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാം ചാനൽ ക്യാമറകൾ വിടാതെ കൂടെയുണ്ടായിരുന്നു. കാരണം അവർക്ക് റീച്ചാണ് പ്രശ്നം. അർജുൻ പോലീസ് സ്റ്റേഷനകത്തിരുന്ന് പത്രം വായിക്കുന്നത് കാണിക്കുന്നു. വൈദ്യപരിശോധന കഴിഞ്ഞിറങ്ങുമ്പോൾ കീഴടങ്ങിയതാണോ എന്ന് ചോദിക്കുന്നു. അയാളുടെ സഹോദരനോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കഴുതപ്പുലികൾക്ക് ഒരു മാനിനെയോ കുരങ്ങനെയോ കിട്ടിയതുപോലെയായി. 2 ദിവസം കുശാൽ. പോലീസ് കസ്റ്റഡിയിൽ നിന്നിറക്കിക്കൊണ്ട് വരുമ്പോഴും മാധ്യമപ്രവർത്തകർ അർജുനോട് ചോദിക്കുന്നത് ഭീഷണിപ്പെടുത്തിയതിനെ കുറിച്ചാണ്. അയാൾ തിരിച്ചു ചോദിക്കുന്നത് ഭീഷണിയോ, ആവശ്യം പറഞ്ഞതാണ് എന്നാണ്. അപ്പോൾ തള്ളിക്കളയേണ്ട ഈ ഒരു കാര്യത്തെ ഇത്രയധികം വഷളാക്കിയത് ചാനലുകളാണ്. അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നെങ്കിൽ അയാൾ കീഴടങ്ങുകയോ അയാളെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുമായിരുന്നു. മാധ്യമങ്ങൾ കാരണം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കേണ്ടി വന്നു. ഇനി എറണാകുളത്തെങ്ങാനും വെച്ച് പിടികൂടിയിരുന്നെങ്കിൽ പോലും പോലീസിന് ഇത്രയധികം നാണക്കേടുണ്ടാകില്ലായിരുന്നു. എറണാകുളത്ത് നിന്ന് പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് കണ്ണൂർ വരെ അർജുൻ ആയങ്കി പോയത് പോലീസിന് നാണക്കേട് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അയാളെ പിന്തുടർന്നപ്പോഴും മാധ്യമങ്ങൾ ഇതുപോലെ തന്നെയായിരുന്നു. ഒരു MLA, കേസിൻ്റെയും പരാതിയുടെയും വിശദാംശങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു MLAയെ പിടികൂടാൻ പിണറായി വിജയൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചപ്പോൾ അയാളെ ആളുകൾ കളിയാക്കി. ഇപ്പോഴും അതുതന്നെയാണ് സംഭവിക്കുന്നത്. അർജുൻ ആയങ്കിയെ പോലെ ഒരു 3ാം കിട CPM ഗുണ്ടയെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചപ്പോൾ ആളുകൾ കളിയാക്കുന്നത് ആഭ്യന്തരമന്ത്രിയെയാണ്. അയാളൊരു കൊടും ഭീകരനൊന്നുമല്ല. കൊടിസുനിയെയും അണ്ണൻ സിജിത്തിനെയും ട്രൗസർ മനോജനെയും മുഹമ്മദ് ഷാഫിയെയും ഒക്കെ പോലെയുള്ള ഒരു 4ാം കിട CPM ഗുണ്ട, അത്രയേ ഉള്ളൂ അർജുൻ ആയങ്കി. ആദ്യം പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞു നിർത്താം. ഈ വിഷയം ഇത്രയധികം വഷളാക്കിയത് മലയാളത്തിലെ മാമാ ചാനലുകളാണ്. അയൽക്കാരൻ്റെ അടുക്കളയിലേക്ക് എത്തിനോക്കാനുള്ള മലയാളിയുടെ മനഃശാസ്ത്രം നന്നായി മനസ്സിലാക്കിയ ചാനലുകാർ അത് മാർക്കറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ.